അപ്പോൾ ഈ ക്രൈമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പീഡന പരാതി എന്ന് പറയുമ്പോൾ അതിൽ സ്വത്ത് തർക്കവും കൂടി കണക്റ്റഡ് ആണ്. കൗണ്ടർ കേസുകളുമുണ്ട്. ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. പ്രസാദ്, ഇത് സ്വത്തുമായി ബന്ധപ്പെട്ട് അച്ഛന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് രണ്ട് സഹോദരിമാർക്കിടയിൽ നടന്ന തർക്കമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് കോടതി കയറുന്നു. ആ വസ്തു തർക്കത്തിലും കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. കാരണം അച്ഛനെ അവസാന കാലത്ത് സംരക്ഷിച്ചത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ഡെവലപ്മെന്റ് അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അത് ഈ ബോംബുമായി കണക്റ്റഡ് ആണോ? ഇത് തന്നെയാണ് സതീശൻ ഉദ്ദേശിച്ച ബോംബ് എന്നുള്ളതാണ്. പക്ഷേ അതൊരു നനഞ്ഞ പടക്കമായി ചീറ്റിപ്പോയി എന്നതാണ് ഈ കേസിന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. സുജിയ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരാതി നിലവിലുള്ളതാണ്. മാത്രമല്ല, പരാതി നിലവിലുണ്ട് എന്നുള്ളതല്ല, കോടതിയിൽ ആ സ്വത്ത് തർക്കം തീരുമാനമായതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതുതായി മറ്റൊരു പരാതിയായി അത് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ എത്തുന്നത്. BJP ഓഫീസുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഈ ആരോപണം ഉന്നയിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മെയിലിലേക്ക് ഇങ്ങനൊരു പരാതി വന്നത് എന്ന് BJP ഓഫീസ് പറയുകയാണ്. മാത്രമല്ല, ഈ പരാതിക്ക് പിന്നിൽ സന്ദീപ് വാര്യർ ആണ് എന്നാണ് BJPയുടെ ഓഫീസ് പറയുന്നത്. നേരത്തെയും പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തുമെല്ലാം സന്ദീപ് വാര്യർ കൃഷ്ണകുമാറിനെതിരെ ഇത്തരം പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് കിട്ടുന്ന വിശദീകരണം. ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം ഇവിടെ BJP നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം, ആ ആരോപണത്തിനെ പ്രതിരോധിക്കാൻ എന്ന പേരിലാണ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ വലിയ വാർത്ത വരാനിരിക്കുന്നു, വലിയ ബോംബ് പൊട്ടും എന്ന നിലയിൽ പറഞ്ഞതെങ്കിൽ ആ ബോംബ്, BJPയെ സംബന്ധിച്ചുള്ള ബോംബ് ഇതാണെങ്കിൽ അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം കിട്ടിയ അപ്പാടെ അതുപോലെ വാർത്തയെടുത്ത് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ആ വാർത്തകളെക്കുറിച്ച് ഉറപ്പായും പരിശോധിക്കും. അതിൻ്റെ നിജസ്ഥിതികൾ, അതിൻ്റെ തെളിവുകൾ എല്ലാം പരിശോധിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പഴകിയ ഒരു കേസാണ് പുതിയ രീതിയിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സുജയ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെതിരായി വന്ന വിമർശനങ്ങളായാലും അത് BJPക്കെതിരായാലും അത് CPM-നെതിരായാലും നമ്മൾ അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരും. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നമ്മൾ ആരും ഇവിടെ ഒരു പരാതിയിലും ഇടപെടുന്നില്ല. അപ്പോൾ കോൺഗ്രസിലെ ഒരു MLA-ക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്നപ്പോഴാണ് അത് വാർത്തയായി നമ്മൾ നൽകിയത്. പക്ഷേ ഈ പീഡന പരാതി, ഇതിൽ അവരെ ഉപദ്രവിച്ചു എന്നുള്ള പരാതി, അത് പാലക്കാട് കോടതിക്ക് അപ്പുറത്തേക്ക് മേൽക്കോടതിയിലേക്ക് അവർ ഈ വർഷങ്ങളിലൊന്നും പോകുന്നില്ല. കഴിഞ്ഞ വർഷം 2024 ജൂലൈക്ക് ശേഷം ഈ കേസിന് ഒരനക്കവും ഉണ്ടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രസാദ്? അത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യവും. അതായത് നിയമപരമായി നോക്കുന്ന സമയത്ത് പരാജയപ്പെട്ട ഒരു സ്വത്ത് തർക്കം, ആ സ്വത്ത് തർക്കത്തിൽ തീരുമാനമാകാതെ ഇരിക്കുമ്പോൾ ഒരു പീഡന പരാതി, ഈ രീതിയിലാണ് BJP അതിനെ കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് പഴകിച്ച് പല തലങ്ങളിലും വാർത്തയായി വന്ന, പാലക്കാട്ടും അല്ലാതെയും വാർത്തയായി വന്ന ഈ വിഷയം സ്വാഭാവികമായും പുതിയ പശ്ചാത്തലത്തിൽ ഒരു വാർത്തയായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സുജിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ നിജസ്ഥിതി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നിയമപരമായി നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് മറ്റു തലത്തിലേക്ക് പോവുകയാണ് എന്നതാണ്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന് മെയിൽ അയച്ചു കൊടുത്ത പരാതിക്ക് ഇവിടെ നിന്ന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരാതി കൊടുക്കുന്ന സമയത്ത് സമാന്തരമായി പോലീസിലും പരാതി കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ടൗൺ നോർത്ത് പോലീസിൽ കൊടുത്ത പരാതിന്മേലാണല്ലോ അന്വേഷണം നടന്നതും അത് കോടതിയിലെത്തിയതും കോടതി ആ കേസ് തള്ളുകയും ചെയ്തത്. അതായത് നിയമപരമായി അവർ നീങ്ങിയതാണ്. ആ നിയമപരമായ നടപടി പാലക്കാട് കോടതിക്ക് അപ്പുറത്തേക്ക് നീങ്ങിയിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇതിൽ സംശയമുണ്ടാക്കുന്ന കാര്യം. 2014 നടന്ന സംഭവമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിയിൽ അതിന്റെ തീയതി അടക്കം പറയുന്നുണ്ട്. കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴികൾ, അതായത് ഇവരുടെ മൊഴി തന്നെ വിശ്വാസയോഗ്യമല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങളിലെ പൊരുത്തക്കേട് കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശ്വാസയോഗ്യമല്ല ഈ മൊഴി എന്ന് കോടതി കണ്ടെത്തിയ ഒരു പരാതി, അതൊരു ഫ്രഷ് പരാതി എന്ന രീതിയിൽ ഫ്യൂ ഇയേഴ്സ് എഗോ എന്ന് പറയുന്നുണ്ട്.